ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ചില്ലി കുക്കിംഗ് വ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പുതുറ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്കാണ്. ഞാൻ സോസേജ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൾഫിലൊക്കെ സോസേജ് ഭയങ്കര ഫെമിലിയർ ആണ്, കാരണം നമ്മൾ മിക്കവാറും എല്ലാ ഭക്ഷണത്തിലും അത് ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു സ്നാക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് മാവാണ്, മൈദയാണ് ഇതിലേക്ക് ഫസ്റ്റ് മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഇടാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് മാവ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കപ്പ് മാവിന് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് കുഴച്ചെടുക്കാം. ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ബ്രദറാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല മയമായിട്ട് കിട്ടും. നമുക്കിതൊന്ന് ക്ലിയർ ഫിലിം ഇട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം, എയർ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി ഇത് കുഴച്ചെടുക്കണം. ഇത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടുന്ന് തുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പുഴുകിയെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ക്ലിയർ ഫിലിം ഒന്ന് റിമൂവ് ചെയ്യാം. ഒന്നും കൂടി അതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് 4 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. കാരണം ഓരോ കഷ്ണം നമുക്ക് നന്നായിട്ട് പരത്തി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉരുട്ടി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നും കൂടി ഒന്ന് മയം വരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ബോളാക്കി നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ 4 ബോളാക്കി കിട്ടിയിട്ടുണ്ട്. ഇത്തിരി പൊടി നമുക്ക് അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം, കാരണം അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ക്ലിയർ ഫിലിം ഇട്ടൊന്ന് കവർ ചെയ്യാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് റെസ്റ്റ് ചെയ്യാൻ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്കത് സ്ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി തുടങ്ങി. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 3-4 ഉള്ളി വെളുത്തുള്ളിയാണ് എടുത്തേക്കണത്. അത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൊടുക്കാം. കുറച്ച് മണം വാങ്ങിയിട്ടിട്ട് നമുക്ക് ഒരു സബോള ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സോസേജ് ഇട്ട് കൊടുക്കാം. ഈ സോസേജ് ഞാൻ ചെറുതായിട്ടാണ് ഇവിടെ നുറുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ മസാലപ്പൊടികൾ ഇടയ്ക്ക് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം.
ചിലവർ ഇത് ഫ്രൈ ആക്കാതെ വെറുതെ പച്ചയ്ക്കൊക്കെ കഴിക്കുന്നതാണ്. പക്ഷേ നമുക്കതിന് ടേസ്റ്റ് പിടിക്കാത്ത കാരണം അതൊന്ന് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മസാലപ്പൊടി ഇട്ടതിന് മുമ്പ് നമ്മളിതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഗൾഫുകാർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, സോസേജ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അതേ നമ്മുടെ സോസേജ് പയ്യൊന്ന് ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഒന്ന് പയ്യൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടാലും മതി. ഇതിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് കൊടുക്കുന്നത്. ഒരു 8 സോസേജും ഒരു 100 ഗ്രാം ഗ്രീൻ പീസുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു 2 കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ലൈറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഗരം മസാലയാണ്, അതൊരു 1 ടീസ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉടച്ച് വെച്ചേർന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത്തിരി ഉപ്പ് കുറവാണ്, നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ മാവ് ഒന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ 4 ബോളുകളായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്ലേ ഫിലിം ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ പരത്തിയാൽ അതുപോലെ തന്നെ അത് തിരിച്ചു വരും. അത് മൈദമാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം നമുക്കത് പരത്തിയെടുക്കാം. അതാണ് നമ്മളിത് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നല്ല മയം ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കാൻ ഞാൻ ഈ ഒരു ചെറിയ പാത്രം കൊണ്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള പാത്രം ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്കത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇത്രയും ചെറിയ വട്ടം കിട്ടിയാൽ മതി. നമുക്ക് ഇത്തിരി പൊടി അതിൽ വിതറി കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ ഒട്ടി പിടിക്കും. അത് കാരണം കൊണ്ട് നമ്മൾ ഇത്തിരി പൊടി അതിൽ വിതറി കൊടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് മറ്റെല്ലാ ബോളുകളും ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ മാവെല്ലാം പരത്തി റൗണ്ട് ഷേപ്പിൽ കട്ട് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തെടുക്കണം. ആ 2 സൈഡിൽ നമ്മൾ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, കാരണം അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സമൂസയുടെ ആകൃതിയിലോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ ഇവിടെ 2 തരം ഷേപ്പിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ 3 തരം ഷേപ്പിൽ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, കാരണം നമ്മൾ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന സ്റ്റഫിങ്സ് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്, നമുക്ക് എടുക്കാം.
ഇത് വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കിത് ചെരിച്ചിട്ട് കൂടി വറുത്തെടുക്കാം, എന്നാലാണ് എല്ലായിടത്തും ഫ്രൈ ആവുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ നോമ്പ് തുറക്കുള്ള പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.